നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് കേരളത്തിലും രാജ്യത്തൊട്ടാകെയും വലിയ വാർത്തയായിട്ടുള്ളത്. കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലും നിയമസഭാ മണ്ഡലങ്ങളായ ചേലക്കരയിലും പാലക്കാടും. പാലക്കാട് BJP വലിയ പ്രതീക്ഷയർപ്പിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ പരാജയപ്പെട്ടതിൽ അവർക്ക് നിരാശയുണ്ട്. പക്ഷേ പാലക്കാട് BJP ഇതുവരെയും വിജയിച്ച മണ്ഡലമല്ല. അവിടെ ഒരു നല്ല പ്രകടനം നടത്തുന്ന മണ്ഡലം മാത്രമാണ്. ഒരിക്കലെങ്കിലും വിജയിച്ച മണ്ഡലമല്ല. അവരുടെ കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റല്ല. എന്നിട്ടും BJP നേതാക്കൾക്കും അനുഭാവികൾക്കെല്ലാം ഈ ഒരു കടുത്ത നിരാശയുണ്ട്. കാരണം അവിടെ വിജയിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന്. എന്തായാലും വലിയൊരു പോരാട്ടം BJP അവിടെ നടത്തി. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെ വോട്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ അവിടെ ഒരു വലിയ പ്രയത്നം BJP നടത്തിയിരിക്കുന്നു. 40,000-ലധികം വോട്ടുകൾ ആ മണ്ഡലത്തിൽ BJPക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്ന അടുത്ത ഏതാനും മണിക്കൂറുകളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ മുൾമുനയിൽ നിർത്താനും BJPക്ക് സാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ അണികൾക്കിടയിലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചേലക്കരയിലും BJP 33,000-ഓളം വോട്ടുകൾ നേടി. അവിടെ ചേലക്കരയിൽ വിജയിച്ച് സ്റ്റാറായി മാറിയത് LDF സ്ഥാനാർത്ഥിയാണ്. വയനാട്ടിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താകമാനം നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ വലിയ ആഹ്ലാദത്തിന് വകയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ BJP വലിയ വിജയം നേടുന്നു. ജാർഖണ്ഡിൽ BJPക്ക് ഭരണത്തിലെത്താൻ കഴിയാതെ പോകുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കൊപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് UPയിലേതാണ്. UPയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 9 നിയമസഭാ മണ്ഡലങ്ങളിലെയും MLAമാർ MP-ആയി മാറിയപ്പോഴാണ് അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഈ 9-ൽ 5 എണ്ണവും സിറ്റിംഗ് സീറ്റായിരുന്നു. SP-യുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. 4 എണ്ണം BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 9-ൽ 7 സീറ്റുകളിലും BJP അല്ലെങ്കിൽ NDA മിന്നും വിജയം നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളാണ്. ഉത്തർപ്രദേശിൽ വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവിടെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം മാറുകയാണ് എന്നും BJPയുടെ പിടി അവിടെ അയയുകയാണ് എന്നും BJPയുടെ ജനപിന്തുണ നഷ്ടപ്പെടുകയാണ് എന്നും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും എല്ലാം ആരോപിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, BJP ശക്തമായി തന്നെ തിരിച്ചു വരും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരും വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ 9 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ 4 സീറ്റുകൾ BJP നിലനിർത്തിയെന്ന് മാത്രമല്ല മറ്റ് 3 സീറ്റുകൾ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. തീർച്ചയായും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വിജയം തന്നെയാണ് എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി മോദിക്ക് 7 സീറ്റുകൾ കൂടി ഇതാ ഉത്തർപ്രദേശ് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ വലിയ വിമർശനം പല രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഉത്തർപ്രദേശിൽ ജനം യോഗിയോടൊപ്പമാണ്, മോദിയോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഉത്തർപ്രദേശിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നൽകുന്ന സൂചന. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ബീഹാറിലും രാജസ്ഥാനിലും അസമിലുമൊക്കെ ഇതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. രാജസ്ഥാനിൽ 7 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 5-ലും വിജയിച്ചത് BJPയാണ്. ബീഹാറിൽ 4 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4-ഉം BJP വിജയിക്കുന്നു. 5 സീറ്റുകളിൽ അസമിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 5-ലും BJP വിജയിക്കുന്നു. ഉത്തർപ്രദേശിൽ 9-ൽ 7-ഉം വിജയിക്കുന്നു. പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം 2 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് വലിയ വിജയം നേടുന്നതിനോടൊപ്പം രാജ്യത്താകമാനം സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും BJP മിന്നും വിജയം നേടി എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482
5599. Chodis Building Promoters Private Limited, Thiruvananthapuram.